കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. എന്ന് പറയുന്ന പോലെയല്ലേ, കത്തിന് കടലാസിൻ്റെ വിലയല്ലേ ഉള്ളൂ. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്ന പോലെയുള്ളൂ. അതിന് കടലാസിൻ്റെ വിലയേ ഉള്ളൂ. അപ്പോൾ അത് കത്ത് കൊടുക്കും. അത് മാത്രമല്ല, കൊട്ടി ഘോഷിക്കുന്നു, ഇൻ്റർനാഷണൽ ന്യൂസ് ആക്കുന്നു, ഇന്ത്യയിൽ മുഴുവൻ വിളിച്ചു പറയുന്നു. അപ്പോൾ അത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കും. എനിക്കറിയില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞ SSK ഫണ്ട് അല്ല, എനിക്കറിയില്ലെന്നേ. അത് അവരെയാണ് ഇത് പ്രഖ്യാപനം നടന്നല്ലോ. അതായത് NEP ഈ നമ്മുടെ സമഗ്ര ശിക്ഷ അഭിയാൻ NEPയുടെ കീഴിലാണ്. എല്ലാ പദ്ധതികളും ഇപ്പോൾ NEPയുടെ കീഴിലാണ്. അത് കാരണം ഇതെല്ലാം കണ്ടിന്യൂസ് ആണല്ലോ നടപ്പിലാക്കുന്നത്. അപ്പോൾ അത് അല്ല, അത് സർക്കാർ പറയട്ടെ, സർക്കാർ ഇതുപോലെ പറയട്ടെ, ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു, ഇതാ കാവിപ്പണം ഞങ്ങൾ നിരസിച്ചിരിക്കുന്നു, കേന്ദ്രം തരുന്ന കാവിപ്പണം. ആദ്യ ഗഡുവായിട്ട് കേന്ദ്രം ബുധനാഴ്ച നൽകുന്ന അറിയിച്ചു. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ചോദിക്കണം. അത് മാത്രമല്ല, ഇപ്പം തന്നെ വിളിച്ച് പറയണം, കാവിപ്പണം ഞങ്ങൾക്ക് വേണ്ട. കാരണം രൂപയുടെ കളറെല്ലാം കാവിയാണല്ലോ അവിടെ നിന്ന് വരുമ്പോൾ. ഇവിടുത്തെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇതാണല്ലോ. പദ്ധതി മരവിപ്പിക്കാൻ കത്തയച്ചുകൊണ്ടായിരിക്കും ആ ഫണ്ട് തടഞ്ഞത്. കത്തയച്ചോന്ന് എനിക്കറിയില്ല. കത്തയക്കാനുള്ള തീരുമാനം അറിയിച്ച് കാണുമായിരിക്കുമല്ലോ. അത് മാത്രമല്ല, ഇതിപ്പോൾ ഗ്ലോബൽ വില്ലേജ് അല്ലേ, ഇത് കേന്ദ്ര തലത്തിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ സംസ്ഥാന സർക്കാരാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഈ കാപട്യം ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടികളുടെ ഭാവിയാണ്, നമ്മുടെ ഒന്നും ഭാവിയല്ല. കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് അവരൊരു 15 വർഷം കഴിയുമ്പോഴത്തെ പൗരന്മാരാണ്. അവരുടെ അവകാശം നിഷേധിക്കാൻ നമുക്കെന്താ അവകാശം? കാരണം 2 സർക്കാരുകളെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉടനെ തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുക, കാവിപ്പണം ഞങ്ങൾ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ കാവിപ്പണം ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ. അതെല്ലാം നല്ലത്. BJP സംസ്ഥാന അധ്യക്ഷനെ ബന്ധപ്പെട്ടുകൊണ്ട് അല്ല, അതിപ്പം ലീഗലായിട്ടുണ്ട്, എനിക്ക് പറയാൻ. PMCയിലായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം.